പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ വലിയ കൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, എല്ലാ നിയോഗങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അങ്ങനെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, മക്കളെ തിരിച്ചു പിടിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമാവിധം ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ അങ്ങയുടെ ബലിയോട് ചേർത്ത്, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയോട് ചേർത്ത്, സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യത്തിലും പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും ഉണ്ണീശോയുടെ മാധ്യസ്ഥത്തിലും സാന്നിധ്യത്തിലും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും വലിയ ശക്തിയിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ ഇതാ ചേർത്ത് പിടിക്കണം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ്. നാം അവിടെ വായിക്കുന്ന ഒരു വലിയ കാര്യം, സോളമൻ സമാഗമ കൂടാരത്തിന് മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. സോളമന്റെ വലിയൊരു ബലിയർപ്പണവും അതിനുശേഷം ആ രാത്രിയിൽ ദൈവമായ കർത്താവ് സോളമനെ പ്രത്യക്ഷപ്പെടുകയും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് സോളമന്റെ ആഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് സോളമനെ ആ ആഗ്രഹം മാത്രമല്ല, അതോടൊപ്പം എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സമ്പത്തും, ദീർഘായുസ്സും, എല്ലാ കൃപകളും നിറച്ച് അനുഗ്രഹിച്ച വലിയ ഒരു ദൈവത്തിന്റെ ഇടപെടൽ സോളമന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായതിന്റെ കാരണമാണ് ഈ വചനം. എന്താണ് സോളമൻ ചെയ്തത്? സമാഗമ കൂടാരത്തിന് മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. അവ രാജാവായിട്ട് ഭരണമേറ്റെടുക്കുന്ന സമയത്ത് സോളമൻ ചെയ്ത പ്രവൃത്തിയാണ്. പാപപരിഹാര ബലി, ദഹനബലി നിയോഗം വെച്ച് 1000, 1, 2, 200, 300, 400 എന്നല്ല, 1000 ബലി അർപ്പിച്ച് സോളമൻ പ്രാർത്ഥിച്ചു. നമുക്കറിയാം സോളമന്റെ കുടുംബം, പാരമ്പര്യം, തലമുറയൊക്കെ നമുക്കറിയാം. ദാവീദ്, സോളമന്റെ അമ്മയാരാ? ബേത്ശബ. ബേത്ശബാര ഉറിയയുടെ ഭാര്യ എന്ന് പറഞ്ഞാല് വ്യഭിചാരം നടന്ന വീട്. അതിനുശേഷം ആ കുടുംബത്തില് പല വ്യഭിചാര പ്രവൃത്തികള്, ആത്മഹത്യകള്, കൊലപാതകങ്ങള്, മരണത്തിന്റെ നിയമങ്ങള്, ഇങ്ങനെ പല പല പൈശാചിക പ്രവൃത്തികൾ അരങ്ങേറിയ ഒരു കുടുംബത്തിലാണ് ഇതാ ദാവീദിന്റെ മകനായ സോളമൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ സോളമൻ അതിനുവേണ്ടി, കുടുംബത്തിനു വേണ്ടി, പാരമ്പര്യത്തിനു വേണ്ടി, തന്റെ കുടുംബത്തിന് സംഭവിച്ചു പോയ ദുരന്തങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, പ്രമാണ ലംഘനങ്ങൾക്ക് വേണ്ടി ഇതാ പാപപരിഹാര ബലിയർപ്പിച്ച് തന്റെ കുടുംബത്തെ, രാജ്യത്തെ, ഭവനത്തെ, തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ സോളമൻ ബലിയർപ്പിക്കും. നാഥാൻ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ദാവീദിനോട് പറഞ്ഞിരിക്കുന്നു, നിന്റെ കുടുംബത്തിൽ ഒരു വാള് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ സ്ഥാപിക്കപ്പെട്ട വാള്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടി ഇതാ പാപപരിഹാര ബലിയർപ്പിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ രാജ്യത്തെ, തന്റെ കുടുംബത്തെ, തന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചെടുക്കുന്ന വലിയ പ്രവൃത്തിയാണ് ഈ സോളമൻ ചെയ്ത പ്രവൃത്തി. അവിടെയാണ് മക്കളെ ദൈവം ഇടപെട്ടത്. ഇതിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്കും വലിയൊരു സന്ദേശം കർത്താവിന് തരുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മളും പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിലെ ബലി 1000 ദഹനബലി, പുതിയ നിയമത്തിൽ ഏകബലി, കർത്താവിന്റെ ബലി, അവസാനം വരെ അർപ്പിക്കപ്പെടുന്ന രക്താർപ്പിത ബലി. അതർത്ഥം മനസ്സിലാക്കി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പാപപരിഹാര ബലി നിയോഗം വെച്ച് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബ വൃക്ഷത്തെ, നമ്മുടെ തലമുറയെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ വീട് വയ്ക്കാൻ പോകുമ്പോ, കുടുംബത്തിൽ നല്ല കാര്യം നടക്കാൻ പോകുമ്പോ
നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, പാരമ്പര്യത്തിന് വേണ്ടി, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും ചിലരുടെ പാപത്തിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ സ്ഥാപിക്കപ്പെട്ടമായ വാളെന്താണ്? വെട്ടുന്ന പ്രവൃത്തി ചെയ്യുന്ന വാള്. പാപത്തിന്റെ ശാപങ്ങളും അതിന്റെ കടങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളൊക്കെ നിറയപ്പെട്ട വാള്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ പാപപരിഹാര ബലി അർപ്പിച്ച് അതിന്റെ ആധിപത്യങ്ങളെ, ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് തലമുറയെ വീണ്ടെടുക്കണം. ഞാൻ പറയും, ഒരു 10 സെന്റ് സ്ഥലം കാരണവന്മാര് നമുക്ക് വീട് വയ്ക്കാൻ തന്നാലും ആ വീട് വയ്ക്കാൻ തന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, അവിടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിക്കുന്ന വലിയൊരു ബലിയർപ്പണം നടത്തി ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണം. 1 പത്രോസ് 1:18 പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട്, അത്രേ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടുന്ന വലിയൊരു അഭിഷേകവും വലിയൊരു വീണ്ടെടുപ്പിന്റെ ശക്തിയും നമുക്ക് ലഭിക്കും. കാരണം നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലൊക്കെ ഒത്തിരി പാപത്തിന്റെ അനന്തര ഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വാളുകളും ഒക്കെ ഇരിക്കുന്ന കുടുംബങ്ങളാ, പാരമ്പര്യം നമ്മുടെ ഒക്കെ. അതിനൊക്കെ പരിഹാരം എന്താണ് മക്കളെ? ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ജോലിക്കോ, പഠനത്തിനോ, വീട് പണിയാനോ, വിവാഹത്തിനോ, ജോലി എന്തിനു പൊക്കോ, അവിടെ കർത്താവ് പറയാണ് അനുഗ്രഹം. സോളമൻ അനുഗ്രഹിച്ച വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ തിരുവചന ഭാഗത്തില് സോളമൻ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ വായിക്കുന്നുണ്ട്. സോളമന് ദൈവം എല്ലാം നൽകി അനുഗ്രഹിച്ചു. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ട ഒത്തിരി മേഖലകളുണ്ട്. അർത്ഥം മനസ്സിലാക്കി ബലിയർപ്പിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവിനെ വീണ്ടെടുക്കപ്പെടുക, അനുഗ്രഹം പ്രാപിച്ച, വാളെടുത്ത് മാറ്റപ്പെട്ട വലിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടിയാണ് മക്കളെ ഈശോ കുരിശ് നമുക്ക് വേണ്ടി മരിച്ചത്. ഓരോ ദിവസവും വിശുദ്ധ ബലിയർപ്പിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഈ വീണ്ടെടുപ്പിന്റെ അഭിഷേകം തരുന്നത്, ദിവ്യ കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നിയോഗം വെച്ച് കുടുംബത്തിനു വേണ്ടി, പാരമ്പര്യത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഏതെങ്കിലും വാള്, ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ ആധിപത്യത്തിന്റെ വാളിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി കർത്താവ് അർപ്പിച്ച ബലി യോഗ്യതയോടെ അർപ്പിച്ച് നമുക്ക് നമ്മുടെ തലമുറയെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ വ്യക്തി ജീവിതത്തെയും വീണ്ടെടുക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവികാന സ്ഥലത്തിൽ നമുക്ക് വലിയ ദാഹത്തോടെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കുർബാന അർപ്പിച്ച് അതിനുവേണ്ടി കുമ്പസാരിച്ച് നമ്മുടെ കുടുംബത്തെ, തലമുറയെ വീണ്ടെടുക്കാൻ എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണേ. അത് ശ്രദ്ധിക്കണേ, അത് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച് പാപത്തിന്റെ അനന്തര ഫലങ്ങളെയും പാപമൂലം കടന്നു വന്ന നാശത്തിന്റെ വാളുകളെയും അങ്ങ് നിർവീര്യമാക്കി അതിന്റെ ശക്തി അവസാനിപ്പിച്ചുകൊണ്ടാണല്ലോ അങ്ങ് കുരിശിൽ യഥാർത്ഥമായ ബലിയർപ്പിച്ചത്. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സോളമൻ ബലിയർപ്പിച്ച പോലെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച പാപപരിഹാര ബലി അർത്ഥം മനസ്സിലാക്കിയ നിയോഗം വച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്യ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ മക്കളുടെ കുടുംബത്തിന് മേലുള്ള പാപശക്തികൾ, ശാപശക്തികൾ, വാളിരിക്കുന്ന, നശിപ്പിക്കുന്ന വാളിന്റെ സാന്നിധ്യങ്ങൾ, സാത്താന്റെ ആധിപത്യങ്ങൾ, അവകാശങ്ങൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മക്കളെ, കുടുംബത്തെ, വീടിന്റെ മേലുള്ള പൈശാചിക ശക്തികൾ, വീട്ടിൽ നിന്റെ ഭവനത്തിൽ ഒരു വാളിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദിന്റെ കുടുംബത്തിന് മേല് വാളിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്ത കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് മേലും ഇരിക്കുന്ന വാളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഗതി പിടിക്കാൻ അനുവദിക്കാത്ത, വളരാൻ അനുവദിക്കാത്ത ഒത്തിരിയേറെ തടസ്സങ്ങൾ ഞങ്ങൾക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ വാളുകളും എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവെ, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ.
ദിവ്യകാരുണ്യ ശക്തി കർത്താവെ, പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെല്ലാം വീട്ടി സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിച്ച് അവനെ വെച്ച വാളുകളെയൊക്കെ ഇല്ലാതാക്കുന്ന അങ്ങയുടെ ബലിയുടെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ, കുടുംബത്തിലേക്ക് ഒഴുകട്ടെ. കർത്താവെ, അർത്ഥം മനസ്സിലാക്കി അങ്ങയുടെ കരുണ സ്വന്തമാക്കി സോളമൻ കരുണയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച പോലെ അങ്ങയുടെ മക്കളും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി വലിയൊരു അഭിഷേകം ഇന്ന് പ്രത്യേകമായ മക്കളുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് ചൊരിയണമെന്ന് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, സോളമന്റെ മാതൃക നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സോളമനെ പോലെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ കുടുംബങ്ങളും ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സോളമന് വലിയ അനുഗ്രഹമാ ലഭിച്ച നമ്മൾ വായിക്കുന്നുണ്ട് 7-8 തിരുവചനത്തിൽ, 2 ദിനവൃത്താന്തം 1-ാമത്തെയും 7-8-9 തിരുവചനത്തില് സോളമൻ അനുഗ്രഹിക്കപ്പെട്ടത് ലോകത്തിലെ മറ്റാർക്കുമില്ലാത്ത ജ്ഞാനവും പിന്നീട് സമ്പത്തും ദീർഘായുസും എല്ലാ രാജ്യവിസ്തൃതിയും നൽകി ദൈവം സോളമനെ അനുഗ്രഹിച്ചു. കർത്താവ്, ഞങ്ങളും അനുഗ്രഹിക്കപ്പെടാനുള്ള വഴിയാണല്ലോ ബലിയർപ്പിച്ചുള്ള പ്രാർത്ഥന. വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിതങ്ങളെ അനയിക്കണമേ. അങ്ങനെ ബലിയർപ്പിച്ച് പാപവുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലകളും ഇല്ലാതാക്കി യഥാർത്ഥമായ അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. പ്രാർത്ഥിച്ച മക്കളെ ആശീർവാദത്തിനായിട്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ബലിയുടെ ശക്തി അങ്ങ് പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അങ്ങയുടെ മക്കളെ വീണ്ടെടുക്കണമേ, രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ബലിയുടെ ശക്തി അറിഞ്ഞ് സ്വന്തമാക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, തിരിച്ചറിവ് നൽകണമേ, ആഴപ്പെട്ട ബോധ്യം നൽകി എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ആമേൻ.